അപ്പോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ ഹിജാബ് വിഷയത്തില് വളരെ മാന്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചപ്പോ ജിഹാദികൾ വർഗീയത ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അടുത്ത് തന്നെ വേറൊരു പണി അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിറക്കിയത്. നമസ്കാരം. അപ്പോ ഹിജാബ് വിഷയത്തിൽ ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വളരെ മാന്യമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കോടതിയിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്നുകൂടി ഇന്നലത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ വിഷയം എന്നുള്ളത് അതല്ല. അതായത് പലരുടെയും മനസ്സിൽ പല ചിന്തകളാണ് വന്നിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയുടെ നിലപാട് ശരിയായിരുന്നോ തെറ്റാണോ എന്നുള്ള ഒരു ചോദ്യം അവരുടെ മനസ്സിൽ ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ നിലപാട് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഹൈക്കോടതി എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഒരു അതോറിറ്റിയാണ്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ അവിടെ സംഭവിച്ചിരിക്കുന്ന ആ കാണിച്ച മാന്യത എന്ന് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു അനിശ്ചിതത്വം നിലനിർത്തിക്കൊണ്ടാണ് ഇന്നലെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. പക്ഷെ വളരെ മാന്യമായിട്ട് ഒരു ഒത്തുതീർപ്പ് നടത്തുക എന്ന് പറയുന്ന രീതിയിൽ മൂന്ന് പാർട്ടികളും അംഗീകരിക്കുന്ന ഒരു രീതിയിൽ അത് മധ്യസ്ഥം വഹിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഹൈക്കോടതിയുടെ ഒരു മധ്യസ്ഥമാണ് ഇന്നലെ നടന്നത്. അങ്ങനെ ആ ഒരു വിഷയം തന്നെ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി ഈ ഒരു നിലപാട് എന്ന് പറയുന്നത്, അതായത് ഹൈക്കോടതി കാണിച്ച ഈ മാന്യത എന്ന് പറയുന്നത് വർഗീയവാദികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിലത്തെ ജിഹാദികൾ എന്ന് പറയുന്നത് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ ഒരു വാർത്ത, അതായത് ഈ ജിഹാദികൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ നടത്തുന്ന ഈ കുപ്രചരണം എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, ഈ രക്ഷിതാക്കൾ എല്ലാവരും വീണ്ടും പെട്ടുപോകും. ഇപ്പോ ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് പെട്ടുപോയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവി അവതാളത്തിലാവും എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഇന്നലെ ധാരാളം പേര് എന്റെ വീഡിയോയ്ക്ക് തന്നെ താഴെ കമന്റുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് DDEയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ റദ്ദാക്കണം എന്നുള്ള സ്കൂളിന്റെ ഒരു ആവശ്യം അത് കോടതി അംഗീകരിച്ചില്ല. അതുകൊണ്ട് DDEയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സെന്റ് റീത്ത സ്കൂളിലത്തെ ബാക്കി 140 മുസ്ലിം വിദ്യാർത്ഥികൾക്കും നാളെ മുതൽ ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകാം. ഇത് തന്നെ മറ്റു സ്കൂളുകളിലും ആവർത്തിക്കാം എന്നുള്ള ഒരു ആഹ്വാനം അല്ലെങ്കിൽ കുപ്രചരണം ഒക്കെയാണ് അവർ നടത്തുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ 2018 വിധി എന്ന് പറയുന്നത്, ഇതേപോലെ തന്നെ ഒരു ഹിജാബ് വിഷയത്തിൽ വന്ന വിധി എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അവരുടെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അടിയറവ് പറയുകയാണ് ചെയ്തത്. കാരണം യഥാർത്ഥത്തിൽ തോക്കും എന്നറിയാവുന്ന ഒരു കേസിൽ അവര് മുന്നോട്ട് പോകുന്നില്ല, വർഗീയത പ്രചരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ജഡ്ജി ആവശ്യപ്പെട്ട ആ ഒരു ഒത്തുതീർപ്പിന് അവർ വഴങ്ങുകയായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതേപോലെ തന്നെയാണ് സർക്കാരും. അതേപോലെ തന്നെ ഇനി ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള മൗന സമ്മതമാണ് സ്കൂളും നടത്തിയിരിക്കുന്നത്. അതായത് ഒത്തുതീർപ്പ് നടന്നിരിക്കുന്നു എന്ന് വിചാരിച്ച് DDEയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ DDE ഈ സ്കൂളിന് നൽകിയിരിക്കുന്ന ആ ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടും ഈ മതചിഹ്നം കാണിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കാൻ അനുവദിക്കണം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഉത്തരവും അത് അവിടെ നിലനിൽക്കുന്നു എന്ന അർത്ഥമില്ല. കാരണം ആ കേസ് തന്നെ ക്ലോസ് ചെയ്ത് കളഞ്ഞു, എല്ലാ നടപടികളും ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ 2018 വിധി എന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ അനുസരിക്കേണ്ടത്. അതായത് പ്രൈവറ്റ് സ്കൂളായിട്ടുള്ള CBSE സ്കൂളിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് ഇടപെടാൻ സാധിക്കില്ല, അവിടെ ഇൻസ്പെക്ഷൻ നടത്താൻ സാധിക്കില്ല, അവിടെ വന്ന് വിശദീകരണം ചോദിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു പഴയ വിധി തന്നെ നിലനിൽക്കുന്നു. മാത്രമല്ല യൂണിഫോം കാര്യത്തിൽ ഈ പ്രൈവറ്റ് സ്കൂളുകൾക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന CBSE സ്കൂളുകൾക്ക് തീരുമാനമെടുക്കുവാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. അത് അനുസരിക്കാൻ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ആ സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ച് മറ്റു സ്കൂളുകളിലേക്ക് പോകാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്ന നിയമം എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു വർഗീയത പ്രചരിപ്പിച്ച് വീണ്ടും ഈ വിഷയം ആളിക്കത്തിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ആ ഒരു ചതിയിൽ ഇനിയെങ്കിലും ഏതെങ്കിലും കുട്ടികളുടെ രക്ഷിതാക്കൾ വീണുപോയാൽ അത് അബദ്ധത്തിലോട്ടുള്ള പോക്കായിരിക്കും എന്ന് മാത്രം
ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ജയവും തോൽവിയും ആരുടെ ഭാഗത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സമവായം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ അവിടെ എങ്ങനെ സമവായം നടന്നിരിക്കുന്നു? വേണമെങ്കിൽ സർക്കാരിന് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാമായിരുന്നു. അതായത് ഈ DDEക്ക് CBSE സ്കൂളിൽ അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളിൽ പോയി വിശദീകരണം ചോദിക്കുന്നതിനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന്റെ ഈ ഉദ്യോഗസ്ഥനായിട്ടുള്ള DDEക്ക് ഉണ്ട് എന്നുള്ള നിലപാടിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നിലയുറപ്പിച്ചില്ല എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോ അതിൽ നിന്ന് അവര് പിന്മാറി, കാരണം കേസ് തോറ്റുപോകും എന്നുറപ്പായിരുന്നു. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ആദ്യം അവർ സ്കൂൾ മാറാൻ തീരുമാനിച്ചു. ശിവൻകുട്ടി ഒരു ഓർഡർ ഇറക്കിയപ്പോ വീണ്ടും മന്ത്രി പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ മാറുന്നില്ല എന്ന് തീരുമാനിച്ചു. അതിനുശേഷം വീണ്ടും അതിൽ നിന്ന് വ്യത്യാസം വരുത്തി, അതായത് ഹൈക്കോടതിയിൽ ഉള്ള കേസ്. അപ്പൊ ആ ഹൈക്കോടതി തീരുമാനം വരട്ടെ, അതിനുശേഷം TC വാങ്ങണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം എന്നൊക്കെയുള്ള മാറി മാറിയുള്ള നിലപാടുകളാണ് സർക്കാരാണെങ്കിലും കുട്ടിയുടെ രക്ഷിതാക്കളാണെങ്കിലും എടുത്തത്. പക്ഷേ ഈ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥനും ആ സ്കൂളിലത്തെ കാര്യത്തിൽ ഇടപെടാൻ അധികാരമില്ല, അവകാശമില്ല എന്നുള്ള ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. മാത്രമല്ല യൂണിഫോം കാര്യത്തിൽ സ്കൂളിന് പൂർണ്ണ അധികാരമുണ്ട് തീരുമാനമെടുക്കാൻ. നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കാനും അത് കുട്ടികളെ കൊണ്ട് അനുസരിപ്പിക്കുവാനുമുള്ള പൂർണ്ണ അധികാരമുണ്ട് എന്നുള്ള ആ ഒരു നിലപാടിൽ തന്നെ സ്കൂള് ഉറച്ചു നിന്നു. അപ്പോ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ നിലപാടിൽ ഉറച്ചു നിന്ന സ്കൂള് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ധാരാളം പേരിപ്പോ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതായത് സ്കൂളിലത്തെ ടീച്ചർ, പ്രിൻസിപ്പൽ, PTA പ്രസിഡന്റ് ഇവരെല്ലാം വർഗീയവാദികളായി. ഈ കുട്ടി എന്ന് പറയുന്നത് ഇപ്പോ വളരെ നന്മമരമായി മാറിയിരിക്കുന്നു. അവരാണ് ഞങ്ങളുടെ താരം, ഈ കുട്ടിയാണ് ഞങ്ങളുടെ താരം എന്ന് പ്രചരിപ്പിക്കുന്ന കമന്റുകളും പോസ്റ്റുകളും ധാരാളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയും മനസ്സിലാക്കേണ്ടത് നോബൽ പ്രൈസ് ഈ വർഷത്തേത് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതായത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്. അതുകൊണ്ട് ഇനി അതൊന്നും കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല കോടതിയിൽ ഇത്രയും നാള് വെയിറ്റ് ചെയ്ത് കോടതിയുടെ സമയവും പാഴാക്കി ധാരാളം ആളുകളുടെ പണവും ചിലവാക്കിപ്പിച്ച് ഈ അവസാന നിമിഷത്തിൽ നിലപാട് മാറിയിട്ടുണ്ടെങ്കിൽ അത് തോൽവി ഭയന്നുള്ള നിലപാട് മാറ്റമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി കോടതിയിൽ ജഡ്ജി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്, അവിടുത്തെ രീതികൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ട് അവിടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിൽ ഒത്തുതീർപ്പാണ് വേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത് മാത്രമല്ല ഇതിന്റെ പേരിൽ ഇനി വ്യാജ പ്രചരണം അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങൾ എല്ലാം നടത്തുന്നുണ്ടെങ്കിൽ സൈബർ പോലീസ് അതിൽ നടപടിയെടുക്കണം, അത് നിരീക്ഷിക്കണം. അങ്ങനെയുള്ള കുപ്രചരണങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമം സൈബർ പോലീസ് നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടാണ് ഈ കേസ് തീർപ്പാക്കിയിരിക്കുന്നത്. അപ്പോ DDEയുടെ ഉത്തരവ് ഇനിയും നിലനിൽക്കുന്നുണ്ട്, അത് റദ്ദ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് CBSE സ്വകാര്യ സ്കൂളുകളിലേക്കെല്ലാം മുസ്ലിം വിദ്യാർത്ഥികൾ ഹിജാബ് ധരിച്ച് പോവാൻ അർഹരാണ്, അല്ലെങ്കിൽ ഹിജാബ് ധരിച്ച് പോണം എന്നുള്ള ഒരു ആഹ്വാനം നടത്തുന്ന ജിഹാദി പ്രവർത്തകർ ഈ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.